ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു സലം ലേണിംഗ്. അബീമിസ് ആണ്. മക്കളെ, നമ്മളിതാ ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. വേറെ ഒന്നല്ല, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് എക്സാമിന് വരാൻ ചാൻസസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്കിത് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ പഠിക്കാനുണ്ടായിരുന്നു. നമ്മളൊരു ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് ചെല്ലുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത്. സോ യു ആർ ന്യൂ ടു യുവർ ക്ലാസ്, ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്? നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിനെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് വെൽക്കം ചെയ്യണം. അത് നമുക്ക് എങ്ങനെ തുടങ്ങാടാ? രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാം ഗുഡ് മോർണിംഗ് ടു മനാനോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ ആരാണെന്ന് പറയാം. മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാം ഗുഡ് മോർണിംഗ് ടു മനാനോൾ എന്ന് പറയാം. ടുഡേ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. എൻ്റെ പേര് അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്നെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേര് പറയാം. എന്താണോ നിങ്ങളുടെ പേര് ആൻഡ് നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അത് പറയുക. അപ്പോൾ നമ്മുടെ പേര് പറഞ്ഞു, നമ്മുടെ സ്ഥലം പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ആദ്യം നമുക്ക് മൈ ഫാദർ ഈസ് മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അച്ഛൻ്റെ പേര് എന്താണോ അത് പറയുക. അച്ഛൻ എന്താണോ ചെയ്യുന്നത്, ഹീസ് വർക്കിംഗ് ഇൻ പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് പറയാം. ഹീസ് വർക്കിംഗ് ആസ് എ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് പറയാം. എന്താണോ അച്ഛൻ്റെ ജോലി അത് നമുക്ക് പറയാം. അതിനുശേഷം നമുക്ക് അമ്മയുടെ കാര്യം പറയാം അല്ലേ. മൈ മദർ ഈസ് മിസ്സസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അമ്മയുടെ പേര് പറയാം. ഇനി അമ്മ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അത് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ അമ്മ ഷീ ഈസ് എ ഹോം മേക്കർ എന്ന് പറയാം. ഹൗസ് വൈഫ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് എന്താണ്, ഹോം മേക്കർ എന്ന് പറയുന്നതാണ്. പിന്നെ നമുക്ക് സിബ്ലിങ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഹാവ് എ സിസ്റ്റർ അല്ലെങ്കിൽ ഐ ഹാവ് എ ബ്രദർ എന്നൊക്കെ പറയാം. അവരുടെ പേര് നമുക്ക് പറയാം. അതിനുശേഷം നമ്മളെ പറ്റിയിട്ട് നമ്മൾ വീണ്ടും പറയുകയാണ് നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. മൈ ഹോബീസ് ഡാൻസിങ്, സിംഗിങ് എന്നാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ നിങ്ങളുടെ ഹോബീസ് അതിവിടെ ആഡ് ചെയ്യാം. ഐ വുഡ് ഓൾസോ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. മാത്രമല്ല നമ്മുടെ അംബീഷൻ എന്താണ്, വലുതാകുമ്പോൾ ആരാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം അല്ലേ. മൈ അംബിഷൻ ഈസ് ടു ബിക്കം എ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, ഒരു വാം വെൽക്കം കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു, നമ്മളെ പറ്റി പറഞ്ഞു, നമ്മുടെ ഹോബീസ് പറഞ്ഞു, നമ്മുടെ അംബിഷൻ പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. സിമ്പിൾ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. ഇനി നമ്മുടെ ആക്ടിവിറ്റി 2 എന്ന് പറയുന്നത് ചെസ്റ്റർ വെന്റ് ടു ക്ലാസ്. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് ചെല്ലുകയാണ് അല്ലേ. ഹി ലുക്ക്ഡ് അറൗണ്ട്, ഡിസ്ക്രൈബ് വാട്ട് ഹി സീ. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ചുറ്റും നോക്കിയപ്പോൾ ചെസ്റ്റർ കാണുന്നതാണ് ഈ ഒരു പിക്ചറിൽ വെച്ചിരിക്കുന്നത് അല്ലേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണടാ, ഈ പിക്ചറെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ മക്കളെ, നമ്മളോട് എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള, ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ആനുവൽ പരീക്ഷയ്ക്കും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്ഷൻ എഴുതുക. ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പിക്ചറാണോ തന്നിട്ടുള്ളത് ആ പിക്ചർ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുക. എന്നിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ആ കാര്യങ്ങൾ വേർഡ്സിലേക്ക് എഴുതി കഴിഞ്ഞാൽ എന്തായി, പിക്ചർ ഡിസ്ക്രിപ്ഷനായി. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണുന്നുണ്ട്, ഇവിടെ ഒരു ടീച്ചർ ഇരിപ്പുണ്ട് അല്ലേ. അതുപോലെ 2 ബെഞ്ചിലായിട്ട് 5 കുട്ടികൾ ഇരിപ്പുണ്ട്, ഒരു ജനലുണ്ട്, 2 ഡ്രോയിങ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങൾ ഈ കാണുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കുക. നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ ദിസ് പിക്ചർ വി ക്യാൻ സീ എ ക്ലാസ് റൂം അല്ലെ. ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത് എന്താണ്, ഒരു ക്ലാസ് റൂം ആണെന്ന് എഴുതി. ടീച്ചർ ഈസ് സിറ്റിംഗ് ഇൻ എ ചെയർ നിയർ ദ ടേബിൾ അല്ലേ. ഈ ടേബിളിൻ്റെ അടുത്ത് ഒരു ചെയറിൽ ആരിപ്പുണ്ട്, നമ്മുടെ ടീച്ചർ ഇരിപ്പുണ്ട്. 5 സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് ഇൻ ദ ബെഞ്ച്. 5 സ്റ്റുഡൻസ് എവിടെ നിൽക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. 1 സ്റ്റുഡൻറ് ഈസ് സീയിങ് സംതിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്ലാസിന്റെ മുമ്പിൽ എന്തൊക്കെയോ ഒരു കുട്ടി പറയുന്നുണ്ട് അല്ലേ. സ്റ്റുഡൻസ് ആർ വെയറിങ് WEARING എന്നാണ് കേട്ടോ, വെയറിങ് ധരിക്കുക. സ്റ്റുഡൻസ് ആർ വെയറിങ് യെല്ലോ കളർ യൂണിഫോം. യെല്ലോ കളർ യൂണിഫോം ആണ് അവർ ധരിച്ചിരിക്കുന്നത്. There is a window and 2 pictures are hanging in the wall on both side of the window അല്ലേ. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയുടെ 2 സൈഡിലായിട്ട് 2 പിക്ചേഴ്സും ഹാങ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പിക്ചറിൽ കണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഇതിൽ കണ്ടത് ആ കാര്യങ്ങൾ സിമ്പിളായിട്ട് വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ, അല്ലാണ്ട് തെറ്റ് കൂടാതെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, ഡിസ്ക്രിപ്ഷനായി. അപ്പോൾ ഡിസ്ക്രിപ്ഷനും നമ്മൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. ഇനി നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്
മാച്ച് ദ ഫോളോയിങ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറേ ന്യൂ വേർഡ്സ് പഠിച്ചിരുന്നു, അതിൻ്റെ മീനിങ്സും പഠിച്ചിരുന്നു. അപ്പോൾ അത് ഏതാണെന്നതാ ഇവിടെ ടേബിൾ എയിലുള്ളത് ടേബിൾ ബി ആയിട്ട് മാച്ച് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിക്കേടാ, സ്കാരി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? പേടിപ്പെടുത്തുന്നതെന്നാണ് അല്ലേ. ഇനി കൈൻഡ് മാനർ അല്ല, കോസിങ് ഫിയർ. സ്കേറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഭയം ഉണ്ടാക്കുന്ന, കോസിങ് ഫിയർ എന്നുള്ളതാണ് ആൻസർ. ടൈനി എന്ന് പറഞ്ഞാൽ എന്താ? ചെറുത് എന്നാണ് അല്ലേ. വെരി സ്മോൾ എന്നുള്ളതാണ് ടൈനി. ജെൻലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എ കൈൻഡ് മാനർ, സൗമ്യമായി. ഇൻ എ കൈൻഡ് മാനർ എന്നാണ് ജെൻലി എന്നുള്ളതിൻ്റെ അർത്ഥം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.